ഈ പറഞ്ഞ വി ഡി സതീശന് ഈ പറയുന്ന 11 പേരുടെ പേര് വായിച്ചല്ലോ, 63 MLA മാരുടെ പേര് വായിച്ചല്ലോ. അതിന് ഈ പറഞ്ഞ ഇത്രയും നിലപാടിൻ്റെ രാജകുമാരനായ ആൾക്കാരെ കൂടെ എന്താ നിൽക്കാത്തത്? എന്തുകൊണ്ട് നിൽക്കുന്നില്ല? ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ്, ഈ പറയുന്ന 14 DCC പ്രസിഡന്റുമാരില്ലേ 10-ലധികം DCC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കൂടെ നിൽക്കാത്തത്? എന്താ മനസ്സിലാക്കാത്തത്? ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത്. അറിയോ, AICC തീരുമാനിക്കട്ടെ എന്ന്. AICC തീരുമാനിക്കട്ടെ. ഫേസ്ബുക്കിലും ഫ്ലെക്സിന്റെ കീഴിലും വന്നിട്ട് ഏത് AICC ജനറൽ സെക്രട്ടറിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിന്റെ ഫ്ലെക്സ് വലിച്ചു കീറുന്ന സമയത്ത് എന്തുകൊണ്ട് സ്മൃതി മാഡം മിനിഞ്ഞാന്ന് രാവിലെ ഒറ്റ വാക്കാണ് 3 നേതാക്കന്മാരും വന്നിട്ട് ഇനി ഫ്ലെക്സ് വെക്കരുത്, ജാഥ നടത്തരുതെന്ന് പറഞ്ഞപ്പോൾ നിർത്തി. ജാഥ നിന്നത് എങ്ങനെയാ? ഈ ജനവികാരം അങ്ങനെയാണ് നിൽക്കുവോ? ജനവികാരം അത്രേ ഉള്ളൂ. 3 പേര് പറഞ്ഞു. അതു ഒരു മിനിറ്റ് പറയട്ടെ, എങ്ങനെ ജനവികാരം ഒരു 3 നേതാക്കന്മാർ പറഞ്ഞാൽ നിൽക്കുവോ? ജനവികാരം ഒരു 3 നേതാക്കന്മാർ പറഞ്ഞാൽ നിൽക്കുവോ? എങ്ങനെ നിന്നതെന്നോ? അപ്പൊ ഇവരാണ് ആൾക്കാരെ ഇറക്കുന്നത്, അതാണ് അതിന്റെ അർത്ഥം. ജനവികാരം 3 നേതാക്കന്മാർ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായ ഏത് പ്രതിപക്ഷ നേതാവല്ലേ? കഴിഞ്ഞ 7.5 വർഷമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷത്ത് നിന്നിട്ട് തന്നെ പണിയെടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? കേരളത്തിൽ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയ കർണാടകയിൽ ഈ ഇലക്ഷനെ നേരിട്ട സമയത്ത് മുൻപന്തിയിൽ നിന്നും ഇതേപോലെ ഇവിടെ AICC ജനറൽ സെക്രട്ടറി എങ്ങനെ പണിയെടുത്തോ അതുപോലെ തന്നെ ഈ സിദ്ധരാമയ്യൻ്റെയും ഈ പറഞ്ഞ DK ശിവകുമാറിന്റെ കൂടെ നിന്ന് പണിയെടുത്ത ആൾ തന്നെയാണ് KC വേണുഗോപാൽ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഈ സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് കൈവീശി വരുന്ന KC വേണുഗോപാൽ ഒരു തോളിലിട്ടിട്ട് സിദ്ധരാമയ്യൻ്റെ കൂടെയും ഈ പറഞ്ഞ DK ശിവകുമാറിന്റെ കൂടെയും കയറുന്ന KC വേണുഗോപാൽ നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് ജനറൽ സെക്രട്ടറി. ആ പണി ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ KC വേണുഗോപാൽ ഈ പറഞ്ഞ KSU കൂടെ KSU സംസ്ഥാന അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസിൽ കൂടെ എന്താ പറയുന്നത് KPCC ഉണ്ട്. അത്ര വലിയ പ്രൊഫൈൽ ഇല്ല. പരിഗണിക്കരുത് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ED സതീശൻ മാത്രം ഇതിന് യോഗ്യനുള്ളൂ എന്നല്ലേ? അങ്ങനെയല്ല പറയുന്നത്. 3 പേരും കുറിച്ചാണ് പറയുന്നത്, മാധുരിയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ലീഗിന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. എന്ത്? വി ഡി സതീശൻ ലീഗിനെ കുറിച്ച് അനുകൂലമായി പറഞ്ഞു. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല.